ഗുഡ് മോർണിംഗ്. ചെടികളെയും പൂക്കളെയും അതുപോലെ ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു നഴ്സറി വിസിറ്റാണ്. ചെടികളെ മക്കളെ പോലെ സ്നേഹിച്ച്, പ്രത്യേകിച്ച് റോസാ ചെടികളെ അത് പിന്നെ ഒരു ഹോം ഗാർഡനായി തുടങ്ങി ഇപ്പോൾ ഒരു നഴ്സറിയായിട്ട് തുടങ്ങിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ അഞ്ജൂസ് ഗാർഡനിലേക്കാണ് നമ്മൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. നമുക്ക് അഞ്ജുവിനോട് തന്നെ ഈ നഴ്സറിയിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ റോസാ ചെടികളെ നമുക്കൊന്ന് കണ്ടാലോ. നമുക്ക് അഞ്ജുവിനോട് തന്നെ നഴ്സറിയുടെ ഈ റോസാ ചെടികളുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യുന്നത്, അതിന് എത്രമാത്രം വെള്ളം കൊടുക്കണം, അതിന് പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ഈ വേനൽ ചൂടിൽ ഈ റോസ ഇത്ര മനോഹരമായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അഞ്ജുവിനോട് ചോദിക്കാം. അഞ്ജു, പിന്നെ എങ്ങനെയാണ് നമ്മുടെ റോസാ ചെടികളുടെയൊക്കെ പരിപാലനം? വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ നമ്മളൊത്തിരി ശ്രദ്ധിക്കണം. ഈ സീസണിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാണ് നമ്മൾ ചെടികൾ നനയ്ക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. വൈകിട്ട് ഒരു കാരണവശാലും ചെടി നനയ്ക്കരുത്. നമുക്കൊരു സമയം, ജോലിക്കാരാണെങ്കിൽ രാവിലെ തന്നെ അവർക്ക് നനച്ചിട്ട് പോകേണ്ടി വരും. വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഒരു രാവിലെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ റോസ നനച്ച് കൊടുക്കണം. അപ്പോൾ ഏത് ചെടിയാണെങ്കിലും 11 മണിക്കൊക്കെ നനച്ച് കൊടുക്കണം. ചെടി വാടാതെ നിൽക്കും. പിന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിട്ട് നനച്ച് കൊടുക്കണം. ഈ സീസൺ കുറച്ച് വെള്ളമല്ല, നല്ലതായിട്ട് നനച്ച് കൊടുക്കണം. കുറേ ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്, 1-2 ദിവസം നനച്ചാൽ മതിയെന്ന്. അങ്ങനല്ല, എല്ലാ ദിവസവും നനച്ച് കൊടുക്കണം. സൂര്യപ്രകാശം പോയിട്ട് ചെടി നനയ്ക്കാൻ നിൽക്കരുത്. നല്ല ഭംഗിയുള്ളൊരു റോസ് കണ്ടോ? നമുക്ക് അഞ്ജുവിനോട് ചോദിക്കാം, ഈ റോസിൻ്റെ പേരൊക്കെ എന്താണ്? ഇത് ഡബിൾ ഡിലൈറ്റ് റോസയാണ്. ഇത് നല്ല മണമാണ്. നമ്മുടെ പന്നീർ റോസയുടെ അതേ മണമുള്ള റോസയാണ്. ഇതാണ് പൂവിന് നല്ല വലുപ്പം വെക്കും. ബഡ് ചെയ്തത് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിച്ച റോസകളാണ്. ഇത് ഓർഡർ കൊടുത്ത് നമ്മൾ ചെയ്യിക്കുക. ഓക്കെ, ഇതൊന്ന് സ്മെല്ല് ചെയ്താൽ എന്തൊരു സ്മെല്ലാന്നറിയോ? ഇത് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓർഡറുണ്ട്. ഓ, അതിൻ്റെ ആ കളറ് കണ്ടോ? ഡബിൾ കളർ. ഇത് ആ റോസ് വലിയ വലിപ്പം വെക്കും. ഇതിന് വലിപ്പം തന്നെ അയ്യോ എന്തൊരു ഭംഗിയായിരിക്കണം. ഒരു ചെടിയിൽ തന്നെ ഒത്തിരി പൂക്കളുണ്ടാവും. കൊലയായിട്ട് വരും. വലിയ വലിപ്പമാണ് പൂക്കൾക്ക്. നമ്മളിപ്പം വളമൊക്കെ ഇടാതെ വെച്ചേക്കുന്നതാണ്. ചട്ടി മാറ്റി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അഞ്ജുവിൻ്റെ കൊറിയർ അയക്കുന്ന റോസിൻ്റെ ഒന്ന് വിശേഷങ്ങളൊന്ന് ചോദിക്കാമേ. ഇതൊരു ഒരാൾ ഓർഡർ ചെയ്താണേ, ചുമന്ന വള്ളി റോസ. ഈ വലിപ്പം ഇതേ സൈസ് റോസയാണ് നമ്മൾ കൊറിയർ ചെയ്തത്. ഈ റോസയുടെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഓൺ റൂട്ട് പ്ലാന്റ്, ബഡല്ല. ഇതിപ്പം പാലക്കാടുള്ള ഒരു മേഡത്തിന് കൊറിയർ ചെയ്യും. കൊറിയർ ചാർജ് ഉൾപ്പെടെ? കൊറിയർ ചാർജ് മിനിമം ചാർജേ വരത്തുള്ളൂ. ഒരു റോസയ്ക്ക് വരുമ്പോൾ മിനിമം. നേരത്തെ ഞങ്ങൾ DTDC മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ ചെയ്യുന്നു. ഓക്കെ. ഇത് കണ്ടോ, മനോഹരമായ റോസ് കണ്ടോ? ഇതിൻ്റെ വിശേഷം ചോദിക്കാം. ഇത് റെഡ് പിനാക്കിയോ റോസ്. ഇത് ഞങ്ങളുടെ റോസ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ 3 വർഷമായിട്ട് സെയിൽ ചെയ്യുന്ന, സ്ഥിരമായിട്ട് ആൾക്കാർ വാങ്ങിക്കുന്നു. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നിലത്ത് വെക്കാം. നമുക്കിതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് കിളിക്കും. പിന്നെ വേറൊരു പ്രത്യേകത, ഈ പൂ പോയി കഴിയുമ്പോൾ അടുത്ത വരുന്നത് മുട്ട. അതാണ്. നല്ല വെയിലത്ത് തന്നെ ഈ റോസ വെക്കണം. അന്നേരം പൂക്കൾ നല്ല ഒരു വെൽവെറ്റ് കളർ പോലെ. നല്ല ഭംഗിയുണ്ട്. ഈ ചെടി എപ്പോഴും പൂക്കളുണ്ടാവും? എന്നും പൂക്കളുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള റോസയാണ്, എന്നും ഉള്ള റോസ. ഇത് ബട്ടൺ റോസ് അല്ലേ? ഇത് ബട്ടൺ റോസയുടെ പുതിയൊരു വെറൈറ്റി. ഇത് പൂക്കൾ നല്ലതായിട്ട് വിരിയും. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നിൽക്കുന്ന ഇത്രയും വിരിയത്തില്ല. അതിന്റെ നല്ല കളറാണ്. ഇത് നമ്മുടെ റോസയാണ് ഇവിടെ ചെയ്തെടുത്തത്. ഇതെല്ലാം അഞ്ജുവിന്റെ. ഇത് അതിന്റെ വേറൊരു വെറൈറ്റി കണ്ടോ? ഓ, അതിന്റെ ആ പെറ്റൽസ് ഇച്ചിരൂടെ അല്ലേ? ഇച്ചിരൂടെ എടുത്ത് കാണിക്കുന്ന. അല്ല, അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ കണ്ടോ, റെഡ് പിനാച്ചിയോയും ബട്ടൺ റോസും എല്ലാം ചെറിയ കവറിലൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കൊറിയറായിട്ട് വേണമെങ്കിൽ പിന്നെ അഞ്ജുവിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അഞ്ജു അത് അയച്ചു തരുന്നതായിരിക്കുമേ. കണ്ടോ, ബട്ടൺ റോസൊക്കെ നല്ല മനോഹരമായിട്ട് പോയിട്ട് നിൽക്കുന്ന റോസ് കണ്ടോ? ഓക്കെ, ഈ സൈസ് തന്നെയാണ് കണ്ടോ അയച്ചു കൊടുത്തിരുന്നത്. ഇതേ സൈസ് തന്നെയാണ്. അപ്പോൾ ഇതിന് ചട്ടി മാറ്റുമായിരിക്കും അല്ലേ? ചട്ടി മാറ്റി ചെറിയ കവറിലൊക്കെ ആക്കി അയച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മളൊരു റോസ് കണ്ടോ? ഇത് നല്ല ഭംഗിയുള്ളൊരു റോസാണേ. ഇത് കണ്ടോ, ഈ റോസ്
സെന്റിമെന്റൽ റോസിന്റെ പുതിയ വെറൈറ്റി. സെന്റിമെന്റലിന്റെ പുതിയ വെറൈറ്റി നമ്മുടെ കയ്യിലേക്ക് ഇപ്പം കിട്ടിയിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ. അതായത് പ്ലാന്റ് നേരത്തെ ഈ ബാംഗ്ലൂർ റോസയുടെ കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് ഇപ്പം ആദ്യത്തെ സെയിലായത്. ഡബിൾ കളർ അല്ലേ? ഒരുപാട് മുട്ടുകളുണ്ടാകും. രണ്ടാ മുട്ടുകളുണ്ട്. ഇതല്ലേ? ഓ, നിറച്ച് മുട്ടുകളുണ്ട് കേട്ടോ. ബട്ടൺ റോസ് പോലെ തന്നെ നിറച്ച് മുട്ടുകളുണ്ടാകുന്ന സെന്റിമെന്റൽ ചെടിയുടെ ഒരു കണ്ടോ, നല്ല ഭംഗിയായിരിക്കും. സ്നോ വൈറ്റ് കണ്ടോ, റോസിന്റെ എല്ലാവർക്കും അറിയാം. സ്നോ വൈറ്റ് എന്നും പൂക്കൾ തരുന്ന 10-100 പൂ വരെ ഒരു ചെടിയിലൊക്കെ വരുന്നത്. പിന്നെ ഇതിന്റെ തന്നെ അഹല്യ ഉണ്ടായിരുന്നു. ഇപ്പം പ്ലാന്റിന്റെ കയ്യിൽ ഇപ്പം ഇല്ല, സ്റ്റോക്കില്ല. നല്ലതായിട്ട് പൂക്കൾ, ഇത് ധാരാളം ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഇത് ഇഷ്ടം കണക്ക് പൂവുണ്ടാകുന്ന റോസ. ഇത് നമ്മുടെ റോസാണ്, ഈ മഞ്ഞ റോസ. ഓക്കെ. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല അങ്ങനെ പഴുക്കുവോ നമ്മൾ ഈ കൂട്ടി വെച്ചാലോ ഒന്നും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നൊരു റോസകളല്ലേ. വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം. 3 വർഷമായിട്ടൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും ഓർഡർ തരുന്നവരൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കളറല്ലേ. ഇത് വേറൊരു വെറൈറ്റി. ഇതിന്റെ ഒത്തിരി കളറുകളുണ്ട്. ഇതൊക്കെ ചെറിയ കവറിൽ. അതും ബഡ് റോസാണോ? ബഡ് റോസ്. അതും അഞ്ജുവിന്റെ ഇവിടുത്തെ റോസ്. നമ്മുടെ റോസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല പഴുത്തു പോവോ ഒന്നും അങ്ങനെയല്ല. ഇവിടെ ഇരുന്ന് തന്നെ പിന്നെയും പൊട്ടിപ്പിടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. റോസ്, ഈ റോസൊക്കെ ബാംഗ്ലൂർ റോസ് തന്നെ. ഇത് ആവശ്യമുള്ളവർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നല്ല മണമുള്ള. നമ്മള് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. കൊറിയർ അയച്ചു കൊടുക്കും. ഈ വലിപ്പം ഉള്ളതാണോ നമ്മൾ? ഏത് പ്ലാന്റ് കാണിക്കുന്നു അത് തന്നെ നമ്മൾ. റോസ അതേതാ? ഇതാ ഓർക്കിഡ് റോസ. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള റോസയാണ്. എന്നും നമ്മുടെ ഈ സ്റ്റോക്ക് ഉള്ളൊരു റോസയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുള്ളില്ലാത്ത റോസയാ. എന്നാൽ ഒത്തിരി ക്ലൈംബിംഗ് ആയിട്ട് പോത്തുമില്ല. ഇങ്ങനെ നമ്മൾ കമ്പൊക്കെ കുത്തി ഇങ്ങനെ നിർത്തിയാൽ മതി. ഇത് നമ്മൾ പിന്നെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നടുന്ന സമയത്ത് ഇതിന്റെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതാ മിക്കവാറും പൊട്ടിക്കിളിച്ച് ഇങ്ങനെ പൂവുണ്ടാകും. അപ്പൊ നമ്മൾ ഇത് കൊറിയർ നമ്മൾ അയച്ചു കൊടുത്താലേ പിന്നെ അവരെങ്ങനെ നട്ടുപിടിപ്പിക്കേണ്ടത്? അത് നമ്മൾ കൊറിയർ കൈ കിട്ടി കഴിയുമ്പോൾ ഞാൻ ആ കാണിച്ച പോലെ പ്ലാസ്റ്റിക് കവറിലാണ് കൊറിയർ ചെല്ലുന്നത്. അത് നമ്മളൊരു 3 മണിക്കൂർ പ്ലാന്റ് വെള്ളത്തിൽ ഇറക്കി വെക്കണം. വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ തീരെ കുറച്ച് വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. 3 മണിക്കൂർ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ചകിരിച്ചോറ് ഇടരുത്. ചാണകപ്പൊടി, മണലെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആറ്റിലെ മണല. അതിങ്ങനെ സംശയം ചോദിക്കുന്നവരുണ്ട്. ആറ്റിലെയൊക്കെ 6 സൈഡിലൊക്കെ ഇരിക്കുന്ന മണലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പലർക്കും മണൽ കിട്ടാനില്ല. മണല് കിട്ടാനില്ലാത്തത് ഞാൻ പറയുന്നുണ്ട്, ചകിരി ഇടാം. ചകിരി ചോറല്ല, ചകിരി കീറി ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ അറക്കപ്പൊടി, അത് കറ കളഞ്ഞു വേണം ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാം. ചകിരിച്ചോറ് ഇടണ്ട എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടുതലായാൽ അടിയിൽ നിന്ന് കറപ്പ് വന്ന് ഈ റോസ ഉണങ്ങും. റോസയ്ക്ക് അതിന്റെ ആവശ്യമില്ല. റോസ എപ്പോഴും പുറത്ത് വെക്കുന്ന ചെടിയാണ്. വെയിലും വെള്ളവും ആവശ്യത്തിന് വേണ്ടിയ ചെടിയാണ്. അതിനപ്പോൾ ചകിരിച്ചോറിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ്. പിന്നെ മണ്ണ് ഇളകി കിടക്കാനാണ് മറ്റുള്ളതൊക്കെ ചേർക്കണമെന്ന് ഇങ്ങനെ പറയുന്നത്. വെള്ളം നല്ലപോലെ വാർന്നു പോകണം. നഴ്സറി വന്ന് എടുക്കുന്നവരാണെങ്കിൽ ഈ പ്ലാന്റ് ഇങ്ങനെ തിരിച്ച് ഇറക്കി വെച്ചാൽ മതി. മണ്ണൊന്നും കളയേണ്ട കാര്യമില്ല. ഇത് നമ്മൾ കട്ടിയുള്ള മണ്ണല്ല, ഇത് ഇളകി കിടക്കുന്ന മണ്ണ്, ഈ മണ്ണ്. അതുകൊണ്ട് ഈ മണ്ണ് കളയണ്ട, വെള്ളം ഇറങ്ങുന്ന മണ്ണ്. നമ്മളിപ്പോൾ കൊറിയർ അയച്ചു തരുന്നെങ്കിൽ ഞങ്ങൾ വെച്ച് തരുന്ന മണ്ണ് നിങ്ങൾ കളയേണ്ട ആവശ്യമേ ഇല്ല. ഈ പറഞ്ഞ പോലെ 3 മണിക്കൂർ വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം ഇട്ട് നട്ട് ചെടി പിടിപ്പിക്കുക. പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലുപൊടി മറ്റുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അത് 15 ദിവസം കൂടുമ്പോൾ ചെടിക്ക് വളം ഇട്ട് കൊടുക്കും. DAP ഇട്ട് കൊടുത്താൽ നല്ലതാണ്. DAP ഇട്ട് കൊടുക്കുന്നവർ 15 ദിവസം കൂടുമ്പോൾ DAP ഇട്ട് കൊടുക്കും. തരിയായിട്ട് ഇട്ട് കൊടുക്കും. 15 എണ്ണത്തിൽ കൂടുതൽ വേണ്ട ഒരു ചെടിക്ക്. നല്ല ഭംഗിയുള്ള കണ്ടോ ബട്ടൺ റോസ്, ഓർക്കിഡ് റോസ് കണ്ടോ, കൊലകൊലയായിട്ടാണ് പൂക്കൾ നിൽക്കുന്നത്. ഈ ചെടികളൊക്കെയാണ് അഞ്ജു നമുക്ക് പിന്നെ കൊറിയറിൽ അയച്ചു തരുന്നത്. കണ്ടോ, ഇത് ചേഞ്ചിങ് റോസ. ഇത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്യുന്നതാണ്. എന്നോട് ചെടി വാങ്ങിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. കാരണം ഇത്
സ്ഥിരമായിട്ട് നമുക്കുള്ള റോസ്. ആ, ഇത് വിരിയുമ്പോൾ നല്ല മഞ്ഞ കളറായിരിക്കും. ഓരോ ദിവസവും കഴിയുമ്പോഴും സമയം കഴിയുന്നതനുസരിച്ച് ഇതിന്റെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൊല റോസാപ്പൂ വരുമ്പോൾ 5 എണ്ണം ഉണ്ടെങ്കിൽ 5 കളറായിട്ട് നിൽക്കും. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മളൊരു കമ്പൊക്കെ നാട്ടി ഇങ്ങനെ കൊടുക്കണം, എന്നാലേ ആ പ്ലാന്റ് നല്ലതായിട്ട് ഒരുപാട് പൂക്കളുണ്ട്. ഇതാണ് കണ്ടോ, ഒരു കൊല തന്നെ ഒരുപാട് പൂക്കൾ കൊലയായിട്ടാ കേട്ടോ പൂക്കള. വെയിലടിക്കുന്ന അനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേണ്ട ഇത് ഓ കണ്ടോ, അതിന്റെ ആ കളർ കണ്ടില്ലേ, എന്ത് ഭംഗിയായിരിക്കണം. ഈ റോസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ തന്നെ ആയതുകൊണ്ട് നമുക്കങ്ങനെ സ്റ്റോക്ക് ചില സമയത്ത് ഒരു ഇച്ചിരി കുറവ് വരുമെങ്കിലും പിന്നെ അത് കൊണ്ടുവരും. മാത്രം കിട്ടുന്ന ഒരു മണം. ഇതാ എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിയേ, സെന്റിമെന്റൽ റോസ് കണ്ടോ, അതിന്റെ വൈറ്റ്. ഈ റോസ് ഏതാ? ഇത് നാടൻ പനിനീർ റോസ. ഭയങ്കര മണമുള്ള പനിനീർ റോസ എന്ന് പറഞ്ഞാൽ പനിനീരിന്റെ മണം തന്നെയാണ്. അതാ ഈ പനിനീർ റോസ. ഇത് പഴയകാല റോസ തന്നെയാണ്. ഇത് ഓൺ റൂട്ടാണ്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു റോസ്. ഇത് കൊലയായിട്ടുണ്ടാവില്ല, ഒത്തിരി ഉണ്ടല്ലോ. പനിനീർ റോസ വലിപ്പമുണ്ട് പൂവിന്. ഇതിന്റെ ഒരു 3 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെ കളറാ? ഒരു ഇളം വയലറ്റ്, ചുമപ്പ്, പിന്നീക്ക്. ഓക്കെ, നല്ല ഭംഗിയുള്ള പനീർ റോസ്. അഞ്ചു, അപ്പം എത്ര വെറൈറ്റി ഉണ്ട് ഫുള്ള് റോസിന്റെ തന്നെ? ഒരു 10-45 വെറൈറ്റിയോളം നമ്മുടേതെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കാനുണ്ട്. അപ്പൊ അതൊരു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് ആ ആള് എന്റെ കയ്യിൽ നിന്ന് റോസ വേണ്ടാന്ന് പറഞ്ഞു പോയതാ. ഒന്നും പിടിക്കത്തില്ല, എനിക്ക് റോസ വേണ്ട, മറ്റുള്ള ചെടികൾ മതി. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് നമ്മുടെ റെഡ് പിനാക്കിയ റോസ കൊടുത്തു. പുള്ളി വന്ന് 43 വെറൈറ്റി റോസായി വാങ്ങിച്ചോളൂ. ഓ, അത്രയും കളക്ഷൻ ഉണ്ട്. അത് റാന്നി തന്നെയുള്ള ഒരാളാണ്. റാന്നി തന്നെയുള്ള ഒരാൾ വന്ന് വാങ്ങിച്ചോളൂ. ഇത് പെരുന്നാടിലാണല്ലോ ഈ നഴ്സറി. ഇവിടെ നേരിട്ട് പത്തനംതിട്ടന്ന് വരുവാന്നേ വടശ്ശേരിക്കര പെരുന്നാട്, നമ്മള് റാന്നിന്ന് വരുവാന്നേ അത്തിക്കയ പെരുന്നാട്. അങ്ങനെ ഇവിടെ ഡയറക്റ്റ് വന്നെടുക്കേണ്ടവർക്ക് അങ്ങനെയും വന്നെടുക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ നട്ടു വെച്ചേക്കുന്ന റോസ് കണ്ടോ, ഇതിന്റെ അത്ര മണ്ണൊക്കെ. ഇത് ചകിരിയും കൂടി ഇട്ടിട്ടുണ്ട്. ചകിരി ചോറല്ല, ചകിരി. ഇത് നമ്മുടെ ഇത് പ്രായമുള്ളവർക്കോ മറ്റുള്ളവർക്കോ ഇത് കൊണ്ട് ചുമ്മാ വെച്ചാൽ മതി. പിന്നെ പോട്ട് മാറാനൊന്നും നിൽക്കും. ഇതെല്ലാം നല്ല മിതമായ വിലയ്ക്ക് അഞ്ചു അത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ അഞ്ജുവിൻ്റെ റോസാ ചെടികളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്